എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഡിപ്രഷനെതിരെ നമ്മളെല്ലാവരും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ 2 തരത്തിലുള്ള ഡിപ്രഷൻ നമ്മൾ പറയാറുണ്ട്, നാട്ടിൻപുറത്തെ ഭാഷയിൽ പറയാറുണ്ട്. സാധാരണഗതിയിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക വിഷമം എന്നാണ് അർത്ഥം. സാധാരണഗതിയിൽ നാട്ടിൻപുറത്തെ ഭാഷയിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇംഗ്ലീഷീകരിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക വിഷമം, അതായത് ഭാര്യയുമായി ഭർത്താവുമായി വഴക്കടിച്ചു, കുറേ നേരത്തേക്ക് അവൾ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയും. കാമുകിയുമായിട്ട് വഴക്കടിച്ചു, കുറേ നേരത്തേക്ക് അവൻ ഡിപ്രഷനിലായി. ബ്രേക്കപ്പായി, കുറേ ദിവസത്തേക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഡിപ്രഷനിലായി എന്ന് പറയും. പക്ഷെ ഈ ഡിപ്രഷനെല്ലാം കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ താനെ മാറും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ബ്രെയിനിലെ കെമിക്കൽസിൻ്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഏറ്റക്കുറച്ചുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അതിനാൽ ജനറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അതായത് പാരമ്പര്യമായ കാരണങ്ങളുണ്ടാവാം. നമ്മുടെ വളർത്തുദോഷം എന്ന് പറയാവുന്ന ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ട്രോമയും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജനിച്ചു വന്ന ആളുകളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ നല്ല നെഗറ്റീവായിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവാം. സ്കൂളിൽ ബുള്ളിങ് പോലെയുള്ള മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് കളിയാക്കലുകൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടുണ്ടാവാം, നമ്മുടെ ഈ ബയോളജിക്കലായിട്ടുള്ള, അതായത് ഈ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരുപാട് ട്രോമകൾ കൊണ്ട്, ലോസ് കൊണ്ടുണ്ടാവാം, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ കൊണ്ടുണ്ടാവാം. അതിന് പുറമെ പാരമ്പര്യമായിട്ടും ഈ പറയുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാവും. ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലമാണ്. അത് മെൻ്റൽ പ്രോബ്ലവുമാണ്, ഫിസിക്കൽ പ്രോബ്ലവുമാണ്. ഇതിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ വരാം? ചിന്തകളിൽ വളരെയധികം മോശമായിട്ടുള്ള പ്രവണതകൾ നമുക്ക് കാണുന്നു. പെരുമാറ്റങ്ങളിൽ ഇതേപോലെ പ്രവണതകൾ കാണുന്നു, സിംറ്റംസ് കാണുന്നു. എമോഷനുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതേപോലെ തന്നെ ഫിസിക്കൽ സിംറ്റംസും ധാരാളം വരുന്നു. അപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ കൊണ്ട് മനസ്സ് മാത്രമല്ല അഫക്റ്റ് ആവുന്നത്, അതിന് ശരീരവും അഫക്റ്റ് ആവുന്നു. മനസ്സിൻ്റെ 3 തലങ്ങളും, ചിന്തകൾ, പെരുമാറ്റങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങൾ, ഇത് 3നെയും അത് വളരെയധികം മോശമായി ബാധിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ശരീരത്തിലും അതിൻ്റെതായ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ലക്ഷണം ക്ഷീണമാണ്. നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ തോന്നുന്നില്ല, എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഹോപ്പ്ലെസ് ആണ്, ഹെൽപ്ലെസ് ആണ്, മോട്ടിവേഷൻ ഇല്ല. ഇതെല്ലാം മനസ്സിൻ്റെ മെൻ്റൽ സിംറ്റംസ്, ചിന്തകളിലെ പ്രശ്നങ്ങളാണ്. ഇനി ബിഹേവിയറൽ ആണെങ്കിലോ, ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, ഒരു ആക്ടിവിറ്റിയും ഇറങ്ങാൻ തോന്നുന്നില്ല. എമോഷണലാണെങ്കിലോ പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അങ്ങേയറ്റം ലെത്താർജിക്ക്, അങ്ങേയറ്റം ഒരു തരത്തിലുള്ള എമോഷൻസും വരാത്ത ഒരവസ്ഥ വരാം. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഈ ഡിപ്രഷനുള്ളവർ, ക്ലിനിക്കൽ ഡിപ്രഷനുള്ളവർ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർ, ഡിസ്തൈമിക് എപ്പിസോഡ്സ് ഉള്ളവർ, ഈവൻ ബൈപോളാർ ഡിപ്രഷൻ ഉള്ളവർ, ഇവർക്കെല്ലാം ഈ സിംറ്റംസ് പൊതുവെ വളരെയധികം ഓവർവെൽമിംഗ് ആണ്. കെമിക്കൽ ഇംബാലൻസ് കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ബിഹേവിയറൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അവസ്ഥ കൊണ്ടോ, എപ്പോഴും ഈ പറയുന്ന ഡിപ്രഷൻ എല്ലായ്പ്പോഴും ഒരേ നിലയിൽ ഉണ്ടാവാറില്ല. അത് വരും, കുറച്ച് നേരം കഴിയുമ്പോൾ പോകും എന്നുള്ള അവസ്ഥയാണ്. അത് വീണ്ടും വരും, കുറച്ച് കഴിയുമ്പോൾ പോകും, അതാണ് അവസ്ഥ. 24 മണിക്കൂറും ഡിപ്രഷൻ സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നില്ല, വരും, കുറച്ച് കഴിയുമ്പോൾ പോകും, അങ്ങനെയാണ്. അപ്പോൾ ഈ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ്, ഇവർക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ടോട്ടലി വിഡ്രോവൽ, അതായത് സാഹചര്യങ്ങളിൽ നിന്നും എപ്പോഴും പുറകോട്ട് വലിയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. അത് കോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയല്ല, സബ് കോൺഷ്യസ് ആയിട്ടുള്ള അവർക്ക് അങ്ങനെ തോന്നുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല,
ഇവർക്ക് മനസ്സിന് സന്തോഷം തരുന്ന, പോസിറ്റീവ് റിവാർഡ് തരുന്ന, ഇനിയും ചെയ്യണം എന്ന് തോന്നലുളവാക്കുന്ന, മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ തരുന്ന ഒരു ആക്ടിവിറ്റീസും ഇവർ ചെയ്യാത്തത് കൊണ്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുന്നില്ല ബ്രെയിന്. അതാണ് ഏറ്റവും പ്രധാനം. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ അംഗീകാരം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അംഗീകാരം. ഒരു വിഷയത്തിൽ നമ്മൾ സക്സസ് ആയാൽ നമ്മളോട് തന്നെ പറയുന്ന വെരി ഗുഡ് എന്ന് പറയുന്ന വാക്കുകൾ. നമുക്കൊരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ സന്തോഷിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ഉണർവും ഉന്മേഷവും അത് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തരുന്നു. നമ്മുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ചെറിയ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കിടക്ക തട്ടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു നേരം ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലർക്കും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നു. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയി രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഈ റീഇൻഫോഴ്സ്മെൻറ്റിനെ കൃത്യമായി സ്വീകരിച്ച് നമ്മളെ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രക്രിയ. നമ്മളെ വീണ്ടും വീണ്ടും അത് തന്നെ, ഏത് ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിയത്, ആ ആക്ടിവിറ്റി കൂടുതൽ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഒരു പരിധിവരെ പറയുമ്പോൾ ഈ ഗ്യാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഗ്യാമ്പിളിങ്ങിലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ അതേ ആക്ടിവിറ്റി വീണ്ടും ചെയ്യാൻ പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം സ്നേഹമാണ്. ഭാര്യയെ സ്നേഹിച്ചാൽ, ഭർത്താവിനെ സ്നേഹിച്ചാൽ, കുട്ടികളെ സ്നേഹിച്ചാൽ അതൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റി ആവുകയും വീണ്ടും വീണ്ടും നമ്മളതിൽ ഏറ്റവും അധികം ഉല്ലാസവും ഉന്മേഷവും നമുക്ക് കിട്ടുന്നത് കൊണ്ട് ബ്രെയിൻ അതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് സ്വീകരിക്കുകയും അത് വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ബിഹേവിയറൽ ആക്ടിവേഷൻ, അത് ബിഹേവിയർ നമ്മൾ കൂടുതൽ ചെയ്താൽ മാത്രമേ, അത് സാധാരണ മനുഷ്യർക്കാണെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഡിപ്രഷൻ എപ്പിസോഡ് ഉണ്ടായതിനു ശേഷം ഇവർ പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല, ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, താല്പര്യമില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇവർക്ക് കിട്ടുന്നില്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ബ്രെയിൻ പിന്നെയും ഈ ഡിപ്രഷൻ മോഡിലേക്ക് തന്നെ പോവുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഡിപ്രഷൻ്റെ മോശമായ ഭാഗം. അതുകൊണ്ട് തന്നെ എല്ലാ സൈക്യാട്രിസ്റ്റും പറയാറുള്ളത്, മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും, എത്ര പ്രഗത്ഭരായിട്ടുള്ള സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും, എത്ര പ്രഗത്ഭരായിട്ടുള്ള ന്യൂറോളജിസ്റ്റ് ആണെങ്കിലും എല്ലാവരും പറയാറുള്ളത്, മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ആക്ടിവിറ്റീസ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ ഡിപ്രഷൻ കുറയില്ല, മാറില്ല. മരുന്ന് മാത്രം കഴിച്ചത് കൊണ്ട് ഡിപ്രഷൻ മാറില്ല, ഉറപ്പാ, 100%. മരുന്നിൻ്റെ കൂടെ ആക്ടിവിറ്റീസും വേണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ എന്നുള്ള CBT ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയറൽ ആക്ടിവേഷൻ. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്ന, നമ്മുടെ ബ്രെയിനിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്ന, അംഗീകാരം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന, ഉല്ലാസം കിട്ടുന്ന ചെറിയ 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 പ്രവൃത്തികൾ കൃത്യമായി മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, വലിയ വലിയ ടാസ്ക് എടുത്ത് ചെയ്യണം എന്നല്ല പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ നിർബന്ധമായിട്ടും അരമണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് സാധ്യമല്ല, അവർക്കത് കഴിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് ലെത്താർജിക് ആവുകയാണ്. അരമണിക്കൂർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ടാസ്ക് കൊടുക്കുമ്പോൾ അവർ ചെറുതായി മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ ചെയ്യാം എന്നുള്ള ഉദ്ദേശം അവർക്ക് വരുന്നു. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവർ 6 മണിക്ക് അലാറം വെച്ച് അവർക്ക് എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഈ അലാറം വെച്ചു, ഷെഡ്യൂൾ ചെയ്തു, വളരെ ഭംഗിയായി ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്കിതിന് കഴിയുന്നില്ലല്ലോ, ഞാൻ എഗെയിൻ ഹെൽപ്ലെസ് ആയി പോയല്ലോ, ഹോപ്പ്ലെസ് ആയി പോയല്ലോ
എന്നുള്ള ചിന്ത അവരെ മതിക്കാൻ തുടങ്ങുകയും ഡിപ്രഷൻ കൂടുതൽ മോശമാവുകയും ചെയ്യും. ഡിസപ്പോയിൻമെൻറ്റ് ഡിപ്രഷന് വളരെ പ്രധാനപ്പെട്ട ശത്രുവാണ്. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ വീണ്ടും ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ബിഹേവിയറൽ ആക്ടിവേഷനിൽ കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. അതിനായി ആദ്യം നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടെത്തണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്, നമ്മൾ മുമ്പ് ചെയ്തിരുന്നതും ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തതുമായ, നമ്മൾ അത്തരം ആക്ടിവിറ്റീസ് മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തതാണ് ഡിപ്രഷൻ്റെ ഒരു ലക്ഷണം. അതിൽ താല്പര്യമില്ലായ്മയാണ് ലക്ഷണം. അപ്പോൾ മുമ്പ് നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്തിരുന്ന, ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആ ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ നെറ്റിൽ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ ആക്ടിവിറ്റീസ്, അതായത് ബേസിക് ആക്ടിവിറ്റീസ് ഫോർ ഡിപ്രഷൻ പേഷ്യൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരുപാട് ആക്ടിവിറ്റീസ് കിട്ടും. ചെറിയ 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 ആക്ടിവിറ്റീസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറുതായിട്ടൊന്ന് ബെഡ് സെറ്റ് ചെയ്യുക, ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വെച്ച്, സ്ഥാനം തെറ്റി കിടക്കുന്ന തലയണ ഒന്ന് മാറ്റി വെച്ച് അതെല്ലാം ചെയ്യുക. സ്വാഭാവികമായും ഒരു ചെറിയ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടും. നോട്ട് വളരെ വലിയ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ 1-2 ദിവസം 1-2 മാസം കൊണ്ട് നിങ്ങളുടെ ഡിപ്രഷൻ പൂർണ്ണമായും മാറുമെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ചെറിയ ആക്ടിവിറ്റിയും, ഓരോ ചെറിയ ചെറിയ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ ബ്രെയിനിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. സമയം നിങ്ങൾ തന്നെ തീരുമാനിച്ച്, നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഡിപ്രസീവ് എപ്പിസോഡുള്ള സമയം നിങ്ങൾ തന്നെ തീരുമാനിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ പൊതുവെ എല്ലാവർക്കും ഇരുത്താർച്ച കൂടുതലായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോൾ ചെയ്യും? നിങ്ങളുടെ സമയമാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ആക്ടിവിറ്റി ചെയ്യണം. ചെറിയ ചെറിയ ആക്ടിവിറ്റി, ഒന്ന് പുറത്തിറങ്ങി ചെടികളെ നോക്കി അവയോടൊന്ന് സംസാരിച്ച്, പൂക്കളെ നോക്കി അവയോടൊന്ന് സംസാരിച്ച്, കൈകൊണ്ട് അവയെ ഒന്ന് തലോടി, ചെറിയൊരു ആക്ടിവേഷൻ കിട്ടും. നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ബ്രെയിൻ അതിനെ സ്വീകരിക്കുന്നത് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ്. അങ്ങനെ ആക്ടിവിറ്റിയായി സ്വീകരിക്കുമ്പോൾ അതിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബ്രെയിൻ സ്വീകരിക്കുന്നു. അതേപോലെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, സംസാരിക്കാൻ തോന്നില്ല എനിക്കറിയാം, പക്ഷെ എന്നിരുന്നാലും നമ്മൾ തുടങ്ങണ്ടേ, ചെറിയ ഒരു സ്റ്റാർട്ട് നമുക്ക് എപ്പോഴും വേണ്ടേ. ആ രീതിയിൽ ചിന്തിക്കുക. ഒരു ഫ്രണ്ട് ഒരു ദിവസം ഒരാളോട് ഫോൺ ചെയ്ത് 2 മിനിറ്റ് നേരം എന്താണ് വിശേഷം എന്ന് ചോദിക്കാം. ബിഹേവിയർ ആക്ടിവിറ്റേഷനാണ്, ചെറിയൊരു ബിഹേവിയറൽ ആക്ടിവേഷനാണ്. എന്താണ് സംഭവിക്കുന്നത്? ബ്രെയിൻ അതിൽ നിന്നും ക്യൂ ഉൾക്കൊള്ളുന്നു, കൃത്യമായ സിഗ്നൽ ബ്രെയിനിന് കിട്ടുന്നു എന്നർത്ഥം. അപ്പോൾ ബിഹേവിയറൽ ആക്ടിവേഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്, ചെറിയ 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 ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് അതിന് തക്കവണ്ണം അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ പ്രോസസ്സ്. CBT മെത്തേഡാണ്. വളരെയധികം ബെനിഫിറ്റ്, അതായത് ഡിപ്രഷൻ പേഷ്യൻസിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. എക്സസൈസും ഇതേപോലെ തന്നെയാണ്. പക്ഷേ എക്സസൈസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുകയില്ലല്ലോ, പെട്ടെന്ന് 1 മണിക്കൂർ ചെയ്യാൻ കഴിയുകയില്ലല്ലോ. ബിഹേവിയറൽ ആക്ടിവിറ്റി സ്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബിഹേവിയറൽ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സൈക്യാട്രിസ്റ്റ് തീർച്ചയായും നിങ്ങളോട് പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ, മനസ്സ് മടുപ്പിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യൂ എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഒരുപക്ഷെ എനിക്കൊന്നിനും കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ പൊതുവെ അദ്ദേഹം പറയും, ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടോളൂ എന്ന് പറയും. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് പോകുമ്പോഴാണ് തെറാപ്പി വളരെ ഭംഗിയായി എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മരുന്നിൻ്റെ കൂടെ തന്നെ പതിയെ 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 നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ മരുന്നിനോടൊപ്പം CBT പോലെയുള്ള തെറാപ്പികളും ഡിപ്രഷൻ മാനേജ്മെൻറ്റിന് വളരെയധികം അത്യാവശ്യമാണ്.